beautiful peoples, welcome back to my YouTube channel. ഇന്ന് ആക്ച്വലി ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മുടെ കൂടെ വന്നവരൊക്കെ പോയി, പക്ഷെ നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ നൈറ്റാണ് നമ്മൾ ഫ്ലൈറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നൈറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡേ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ 1 ഡേയും കൂടെ എടുത്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അബഹ സിറ്റിയിൽ തന്നെ ടൗണിൽ തന്നെ ഞങ്ങളൊരു ഹോട്ടലൊക്കെ എടുത്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ വന്ന നമ്മുടെ പാക്കേജുകാരെല്ലാവരും പോയി കേട്ടോ. ലീം ഹോളിഡേയ്സ് എല്ലാം പോയി. സോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. അപ്പോൾ കുറച്ചും കൂടെ ഹണി കോട്ടേജും റിജാലൽമയും കൂടെ നിങ്ങളെ നല്ല വൃത്തിക്ക് വ്ലോഗിൽ കാണിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണേ. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്ട്രാ 1 ഡേയും കൂടെ എടുത്തത്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ആരും മിസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന 2 ഡെസ്റ്റിനേഷൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞങ്ങൾക്കിന്ന് രാവിലെ ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് തോന്നി. അപ്പം നമ്മൾ നേരെ ഇവിടെ അബഹയിലുള്ള ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു ഹോട്ടലിലോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ഞങ്ങളങ്ങനെ നല്ലൊരു ഇഡ്ഡലിയും സാമ്പാറും പിന്നെ നല്ല നെയ്റോസ്റ്റും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അബു ഖയാൽ പാർക്കിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ഫോട്ടോജീനിക്കാണ്. നമ്മളിന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. നമുക്കെല്ലാം ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കേട്ടോ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്, നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ആർട്ട് സ്ട്രീറ്റിലാണ്. അപ്പം ഈ അബഹയിൽ ഇതിൻ്റെ ഈ ഒരു പാത്വേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ വന്നാൽ ഈ കാണുന്ന ട്രീസ് ഉണ്ടല്ലോ ഫുൾ ലാവൻഡർ പൂക്കളും കൊണ്ട് അതെ പർപ്പിൾ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഓഫ് സീസണാണ്. അപ്പം നമുക്കിങ്ങനെ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഈ പാരഡൈസ് ഓൺ എർത്ത് എന്നൊക്കെ പറയുന്ന പോലെ സ്വർഗ്ഗഭൂമിയായിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. ഫുൾ ലാവൻഡർ ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പം ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല, ഓഫ് സീസണാണ്. പക്ഷെ എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ചോളൂ, ഫെബ്രുവരി മാർച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏപ്രിലൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നത് നല്ല തിരക്കായിരിക്കും ആ ടൈമൊന്നും. ഇങ്ങനൊന്നും വണ്ടികളൊന്നും പോകത്തില്ല, നിറച്ച ആൾക്കാരായിരിക്കും, വണ്ടി കാര്യങ്ങളൊന്നും പോകത്തില്ല. അങ്ങനെ നമ്മുടെ 2 ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ ചുരം ഇറങ്ങാണ്. ചുരം ഇറങ്ങി പോകുന്നത് അബഹയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ പോയിൻ്റായ 2 ഡെസ്റ്റിനേഷനിലോട്ടാണ് കേട്ടോ. അതായത് റിജാലൽമാൻ, ഹണി കോട്ടേജ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്കിവിടെ തോന്നിയത്. നമ്മൾ കുറേ ചുരം
അറബിക് സ്റ്റൈൽ, ഒത്തൻറ്റിക് അറബിക് സ്റ്റൈലിൽ. അങ്ങനെ നമ്മൾ ഹണി കോട്ടേജ് എത്തിയിട്ടുണ്ട്. ഇവിടെ അടിപൊളി വൈബാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരുപാട് റീൽസും ഫോട്ടോസും ഒക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര മെയിൻ അട്രാക്ഷൻ, അബഹയിലെ മെയിൻ അട്രാക്ഷൻ ആണെന്ന് തന്നെ പറയാം കേട്ടോ. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold. 53 items of ഹണീസ് ഇവിടെ അവൈലബിൾ ആണ് ഈ ഹണി കോട്ടേജിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. 53 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ അറിയൂടാ. നമുക്ക് എന്തായാലും നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീടിൻ്റെ മുന്നിലും ബോഗൻവില്ലയല്ലേ ഇത്? സത്യം പറയാനുള്ള ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇത് എവിടെ കണ്ടാലും എനിക്ക് വീഡിയോ ഫോട്ടോ എടുക്കാനുള്ള ഒരു ആക്രാന്തമാണ്. നല്ല രസമല്ലേ? രസമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു 53 വെറൈറ്റി വിവിധ തരത്തിലുള്ള തേനുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതൊരു അടിപൊളി വൈബായിരുന്നു. കാരണം നമ്മൾ ലാസ്റ്റ് നമുക്കൊന്നും ഓർമ്മ ആണെങ്കിലും എന്താണ് നമ്മൾ ടേസ്റ്റ് ചെയ്തത്, ആകെ മത്ത് പിടിച്ചൊരവസ്ഥയായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. അത്രയൊന്നും കിട്ടില്ല.
ഇതിന് ഓരോ പേരുണ്ട്. ഈ പേര് മൊത്തം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ്ലി ഇത് ഹെർബലാണ്, ചിലർക്ക് നല്ലതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4-5 കഴിച്ച് കഴിയുമ്പോൾ ഒരേ ടേസ്റ്റ് തോന്നും. പക്ഷേ റിയലി ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. ബട്ട് നൈസ് എക്സ്പീരിയൻസ്. ഒന്നിൽ ഇത്ര തേങ്ങ കഴിക്കാമല്ലോ. യെസ്, യൂട്യൂബിൽ അവരെടുക്കുന്നു. കുറേ ആളുണ്ട്. ഒരാള് ഇവിടെ കുമ്പിടി ആയിരിക്കുകയാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്, ഇതാണ്. അതെ, ഇതല്ലാതെ വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഷെപ്പേർഡ്സ് യൂട്യൂബാ. എവിടെ ബെഡ് ഉണ്ടെങ്കിലും കയറി കിടന്നോണം. That's my passion. അപ്പോൾ നിങ്ങൾ അബഹ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ഹിയർ. കാരണം ഞങ്ങൾ 2 ദിവസം എടുത്ത് അബഹ ഇത് ഹണി കോട്ടേജ് കാണാൻ വേണ്ടി, ഹണി കോട്ടേജും പിന്നെ വേറെ എന്തായിരുന്നു റസൽ ഖൈമ ഹെറിറ്റേജ് വില്ലേജ്, അതും കൂടെ കാണാൻ ഞങ്ങളൊരു 1 ഡേ എക്സ്റ്റെൻഡ് ചെയ്ത് നടക്കാനാണ്. സോ നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചിട്ട് ഇതെല്ലാം കാണേണ്ട കാര്യങ്ങളാണ്. സൗദിയിലുള്ള ആൾക്കാർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടേ പോകാവൂ. നമ്മൾ മുമ്പ് ഇത് കറങ്ങാതിരുന്നത് നമ്മൾ നേരത്തെ ഇവിടെ വന്നത് കൊണ്ട് കേട്ടോ. ഇപ്പോൾ 4:35 ഒക്കെ ആയപ്പോഴത്തേക്കിനും ഇതിൻ്റെ വെള്ളം വരുന്നുണ്ടേ. കാണാൻ നല്ല രസമാണ്. ഇത് കറങ്ങുമ്പോൾ കാണാൻ കുറച്ചൊരു ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മുടെ ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനേഷനായ റിജാൽ അലമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. നമ്മളൊരു ഈവനിങ് വരെ സ്പെൻഡ് ചെയ്തു. ഈവനിങ് ടീ ഒക്കെ കുടിച്ചിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു നൈറ്റ് വ്യൂവിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് ഡേ ടൈം ആയിരിക്കും. ആ ഒരു ടൈം വരുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടിയിരിക്കും. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസും കമൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.